Hey all, Assalamu alaikum. Welcome to my YouTube channel. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. സെന്റഡ് റോസ്, അതായത് ആർട്ടിഫിഷ്യൽ റോസസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബ്രൈഡൽ ബൊക്കെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സെന്റഡ് റോസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ജിപ്സം ഫ്ലവേഴ്സ് ഉണ്ട്. ജിപ്സം മീൻസ് ബേബി സ്പ്രെത്ത് എന്നൊക്കെ പല സ്ഥലത്തും പറയും. അത് നമ്മൾ ഫ്രഷ് ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് അത് ഫ്രഷ് ഉപയോഗിച്ചാലും ഒരു 1 വീക്കൊക്കെ അതുപോലെ തന്നെ നിന്നോളും. അധിക ആർഭാടങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഈ ബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബൊക്കെ മൈക്കാണ്. അപ്പോൾ ഇത് മിക്ക ക്രാഫ്റ്റ് ഷോപ്പിലും ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സെന്റഡ് റോസ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂത്ത് പിക്ക് ആവശ്യമുണ്ട്. ഇതാണ് ജിപ്സം ഫ്ലവേഴ്സ്. ഇത് നമ്മൾ ഫ്രഷ് തന്നെ ഉപയോഗിക്കണത്. ഞാനിപ്പോൾ ഇത് 50 റുപ്പീസിനൊരു പഞ്ച് വാങ്ങിയതാണ്. ഇത് ഫുള്ളായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് മതി നമുക്ക്. ഇതിപ്പോൾ ഞാൻ വേറെ വർക്ക് ഉള്ളതുകൊണ്ട് 50 റുപ്പീസിന് വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോ റോസസും എടുത്തിട്ട് നമ്മൾ ടൂത്ത് പിക്ക് അതിൻ്റെ ഹോളിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നല്ലോണം ഒട്ടിക്കണം. എന്നാലാണ് അത് നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാ ഫ്ലവേഴ്സിലും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഓരോ റോസസ് എടുത്തിട്ട് നമ്മുടെ മൈക്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഫസ്റ്റ് സെൻറ്ററിൽ ഒരു റോസ് വെക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റിലും ഓരോ റോസസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഇതിപ്പോൾ എങ്ങനെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ജിപ്സം ഫ്ലവേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കുറച്ച് ബഞ്ചസ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് അത് ഒരു ടൂത്ത് പിക്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. ഈ ജിപ്സം ഫ്ലവേഴ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആ വൈറ്റ് പോർഷന് കൂടുതലുള്ള ബഞ്ചസ് സെലക്ട് ചെയ്യാൻ നോക്കുക, എന്നാലാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ജിപ്സം ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടൂത്ത് പിക്സ് ഓരോന്നായിട്ട് നമ്മളെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കുത്തി കൊടുക്കുക. മീൻസ് കുറച്ചിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി കൊടുക്കുക. ഇനി മൈക്കിൻ്റെ അടിയിലുള്ള പോർഷൻ കവർ ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് ഡബിൾ സ്റ്റിക്കർ, അതായത് നമ്മുടെ ടിഷ്യൂ ഡബിൾ ടേപ്പ് ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് ഒട്ടിക്കുക. എന്നിട്ട് അത് കവർ ചെയ്യണ രീതിക്ക് നമ്മുടെ വൈറ്റ് കളർ സാറ്റിൻ്റെ റിബൺ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കൊരു ജൂട്ടിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതും ഈ ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സാറ്റിൻ റിബണ്, പ്രിൻ്റഡ് ആയിട്ടുള്ള സാറ്റിൻ റിബണ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കേൻ്റെ ഫൈനൽ ലുക്ക്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബൊക്കെയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഒരു കുട്ടി ചാനലാണ്, സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ ആരൊന്നും ഇല്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സജഷൻസോ കാര്യങ്ങളോ അതോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.